നമസ്കാരം എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രമൊക്കെ അയച്ചു തരണം. ഫീസ് മുടക്കേണ്ടതുണ്ട്. 2025 വർഷം പുതുവർഷം ആരംഭിക്കുകയാണ്. മിഥുന രാശിക്കാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. മിഥുനക്കൂറുകാർ എന്ന് പറയുന്നത് മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണരത്തിൻ്റെ 3/4 വരെ ഉള്ള നക്ഷത്രമാണ്. മിഥുനക്കൂറുകാർ വളരെ ഉത്സാഹവും സന്തോഷവും എല്ലാവർക്കും ഉപകാരവും ഒക്കെ ചെയ്യുന്ന ആളാണ്. നമ്മളെ പൈസ ഇല്ലെങ്കിലും മറ്റുള്ളവരൊക്കെ രക്ഷിക്കാനും സഹായിക്കാനും ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷെ അവരിപ്പം ഈ വർഷത്തിൻ്റെ ആദ്യഘട്ടം മെയ് മാസം വരെ 12 വേഴനാണ്. 12-ാം വേഴം എന്ന് പറഞ്ഞൊരു കോടീശ്വരൻ പിച്ചക്കാരനായതുപോലെ കയ്യിരുന്ന പൈസയും വസ്തുവും ധനവും പണവും അധികാരവും ഒക്കെ പോകുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾ എന്തൊക്കെ പ്രവൃത്തി ചെയ്തിട്ടും ഏത് രാജ്യത്ത് പോയിട്ടും നമുക്ക് നിൽക്കാൻ പോലും പറ്റണില്ല, രക്ഷപ്പെടാൻ പറ്റണില്ല എന്ന് തോന്നുന്ന അവസ്ഥകളും വേഴം 12 നിന്ന് ഐശ്വര്യാനുകൂല്യം കുറഞ്ഞു നിൽക്കുന്ന സമയമാണെന്ന് പറയും. ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. നമ്മളെ വീട്ടിൽ നല്ല ഫാന്, മിക്സി, ഗ്രൈൻഡർ, ഫ്രിഡ്ജ് എല്ലാം ഉണ്ട്. കറണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അതേപോലെ നമ്മളാൾ മിടുക്കരാണെങ്കിൽ ഭാഗ്യം കിട്ടാത്ത സമയം, ഒരു ഓട്ടിന് തോറ്റുപോയി, ഒരു മാർക്കിന് തോറ്റുപോയി, റാങ്ക് ലിസ്റ്റ് കിടന്നിട്ടും ജോലി കിട്ടാതിരിക്കുകയും കിട്ടിയ ജോലി നഷ്ടപ്പെട്ടു പോയി, പഠിക്കാൻ പോയാലും പഠിപ്പിക്കാൻ പോയാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും നമ്മളെ കലാ, രാഷ്ട്രീയ, പൊതുപ്രവർത്തനം, ഉദ്യോഗ രംഗങ്ങളിൽ ഒരുപാട് ഏഷണിയും ഭീഷണിയും ശത്രുക്കളുണ്ടാകുകയും 12 വേഴനെന്ന വധോ പയ്യെന്നാണ്. ആരെങ്കിലും മരിച്ചാലും നമ്മളെ നിമിത്തമാണ് ചത്തേന്ന് കേൾക്കുകയും സാമ്പത്തിക ക്ലേശങ്ങൾ, സന്താന ക്ലേശങ്ങൾ, ബന്ധുവഴിയും മരണ ദുഃഖങ്ങൾ, അപകടങ്ങൾ, കടങ്ങളൊക്കെ മാസം വരെ ഉണ്ട്. മെയ് മാസം വരെ ഉണ്ട്. കാരണം വേഴം 12-ൽ നിന്ന് മാറുന്നത് 2025 മെയ് മാസത്തിലാണ്. അപ്പം മെയ് മാസം വരെ നമുക്ക് വേഴം 12. അത് കഴിയുമ്പോൾ വേഴം എത്ര വരും? 1-ലോട്ട് വരും. വേഴം 1 വയ്ക്കുന്ന കാലം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വിചാരിക്കും കടം വരുമെങ്കിൽ വീട് വയ്ക്കാൻ, വസ്തു വാങ്ങിക്കാൻ, വണ്ടി വാങ്ങിക്കാൻ, വാഹനം വാങ്ങിക്കാൻ, നിങ്ങൾക്ക് വല്ല ബിസിനസ്സൊക്കെ ചെയ്യണമെങ്കിൽ കട തുടങ്ങാൻ, ഏജൻസി തുടങ്ങാനൊക്കെ ഉള്ള നല്ല രീതിയിൽ സ്വയംപ്രാപ്തി നേടാൻ പറ്റുന്ന തരത്തിലുള്ള ഏതെങ്കിലും പദ്ധതികളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റും. വേറെ 1 നിൽക്കുമ്പോൾ കഴിഞ്ഞ 12 കൊല്ലം കൊണ്ട് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ ആ ഒരു വർഷവും വേറെ 1-ൽ നിന്ന് മാറിയാൽ പിന്നെ അടുത്ത കൊല്ലം 2-ലാണ്. ആ 2 വർഷം നമുക്ക് നല്ലതാണ്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ആത്മഹത്യയൊന്നും ചെയ്യാൻ പോകരുത്. സഹായിക്കാൻ ആരുമില്ല, രക്ഷിക്കാൻ ആരുമില്ല, നമ്മളെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ ആരുമില്ലെന്നൊക്കെ നമുക്കങ്ങ് തോന്നി വിഷമിക്കും. ആളുകൾ പറയില്ല അവനെന്തരോ ഗ്രഹപ്പഴയാണ്. അപ്പം ഈ ഗ്രഹപ്പഴയൊന്നും മൈൻഡ് ചെയ്യാത്ത ആളുമാണ് ഈ മിഥുനക്കൂറുകാർ. വരുന്നത് വരച്ച് പോണ പോട്ടുണ്ട്, എങ്കിലും നമ്മൾ എന്ന് രക്ഷപ്പെടും എന്ന് ഭയന്നു പോകുന്ന ഒരു സമയം. വേറെ 1 വരുമ്പോൾ നമുക്ക് സുഖസ്ഥിതി, ജയ, ആരോഗ്യ, അർത്ഥ, സമ്പത്ത്. സുഖസ്ഥിതി കിട്ടും, ജയ, എല്ലാ കാര്യത്തിനും ജയം കിട്ടും, ആരോഗ്യം കിട്ടും, അർത്ഥസമ്പത്ത്, സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടും, കീർത്തിയും വിശേഷ ലബ്ധി എന്ന് വെച്ചാൽ കാശും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും നേടാൻ പറ്റാത്തതും ദൈവീകം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നു വീഴുന്ന വീടും വസ്തുവും ധനവും പണവും ഒക്കെ കിട്ടും. 1-ലാണ് വരുന്നത്. അപ്പോൾ ശരീരസുഖം, മനസ്സുഖം, ബന്ധുഗുണമൊക്കെ കിട്ടും. പ്രയാസങ്ങൾക്ക് ശേഷം മാറി കിട്ടും. അങ്ങനെ നമ്മൾ സീറോയിൽ നിന്നും ചെറിയ തരത്തിലുള്ള ഹീറോ ആയിട്ട് വരാൻ പറ്റും. അഭിനയവും കലാരംഗങ്ങളിലും മത്സരങ്ങളിലും പരീക്ഷകളിലൊക്കെ ജയിക്കും. ഈ രാശിക്കാർ കൂടുതലും കലാകാരന്മാർ, ശാസ്ത്രജ്ഞന്മാർ, വൈദ്യന്മാർ ഒക്കെയാണ്. അവരുടെ പ്രവൃത്തിയിലൊക്കെ അവർ ആകെ ആബദ്ധനായിട്ടിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്തിട്ട് ആ ഒരു ഗുണം അവർക്കും കിട്ടണില്ല. അവർ ആർക്കെങ്കിലും ഉപകാരത്തിന് വേണ്ടി ചെയ്യുന്ന പദ്ധതികൾ ആ ഗുണം കിട്ടണില്ലെന്ന് വിഷമിക്കുന്ന സമയമൊക്കെയാണ്. ഒരു ഡോക്ടറാണെങ്കിലും രോഗി ചത്തുമ്പോൾ അയ്യോ എൻ്റെ രോഗി മരിച്ചു പോയല്ലോ എന്ന് ടെൻഷൻ അടിക്കുന്ന സമയം വരെയാണ് ഈ സമയം. അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. കൂടാതെ 2025 മാർച്ച് മുതൽ
നമുക്ക് കണ്ടക ശനി തുടങ്ങും. അപ്പോൾ കണ്ടകം കൊണ്ടേ പോകുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി ഭാരം ഇത്തിരി കൂടും. അപ്പോൾ നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ ജോലിയിൽ പിടിച്ച് നിൽക്കാൻ പറ്റും. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാതെ ഉള്ള ജോലി മാത്രം നമ്മൾ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നാളെ ആവട്ടും മറ്റന്നാളാവട്ടും പിന്നീടാവട്ടും കൊണ്ടെല്ലാം ഇങ്ങനെ ഒതുക്കി മാറ്റി വയ്ക്കും. അതോടുകൂടി ജോലി ഭാരം കൂടും, അലസത കൂടും. അപ്പോൾ അലസത കൂടുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അലസത ഇല്ലാതെ അന്നന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അന്ന് തന്നെ ചെയ്ത് ഫിനിഷാക്കാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾ വയ്യെന്നും പറഞ്ഞുകൊണ്ട് മിണ്ടാതിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ചെയ്യണ കാര്യം 1 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്കാകെ ജോലി ഭാരം കൂടുതലെന്ന് തോന്നും. കുറച്ചും കൂടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്ന തരത്തിലുള്ള അധ്വാനങ്ങളും പരിശ്രമങ്ങളും ജോലിയിൽ കാണിച്ചില്ലെങ്കിൽ ജോലി വരെ നഷ്ടപ്പെട്ടു പോകുന്ന സമയമാണ്. അപ്പം വേഴനൊക്കെ 1 വരുന്നത് നല്ലതല്ലേ, 2 വരുന്നത് നല്ലതല്ലേ എന്ന് ചോദിക്കുക. അത് നല്ലതായത് കൊണ്ടാണ് നഷ്ടപ്പെടേണ്ടുന്ന ജോലി പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഉള്ളത്. എങ്കിലും ശനി നിൽക്കുമ്പോൾ നമുക്ക് അലസത, വലിയ അലസതയും കപിലദൃകൃശ ദീർഘഗാത്ര സ്ഥൂലദ്വിജോ പരിശുരോമകജോ അനിലാത്മക എന്നാണ്. ശനി കണ്ടകശനി വരുമ്പം അലസത തോന്നും. കപിലകൃശ ദീർഘഗാത്രം ഉണങ്ങി ഊപ്പാട് വന്ന് ശരീരമൊക്കെ അങ്ങ് ഒത്തി വലിയും. സ്ഥൂലദ്വിജോ അതേപോലെ പല്ലിന് അസുഖം, അതേപോലെ നല്ല സൗന്ദര്യത്തോടു കൂടി ജീവിക്കുന്നവരാണെങ്കിലും സൗന്ദര്യബോധം പറഞ്ഞ് മുടി കോതാനും അതേപോലെ അലങ്കാരങ്ങൾ ചെയ്യാനും നല്ല ഡ്രസ്സ് ധരിക്കാനൊക്കെ ഉള്ള സാമർത്ഥ്യം ഉണ്ടെങ്കിലും നമുക്ക് സമയം കിട്ടുന്നില്ലെന്നും കൊണ്ടിട്ട് വേഷഭൂഷണാദികൾ കുറഞ്ഞ് അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറി നല്ല സൗന്ദര്യത്തിന് അവാർഡ് കിട്ടിയ ഒരാളാണെങ്കിൽ മൂദേവി പോലെ ആയി പോകുന്ന സമയത്ത്. അതുകൊണ്ട് നമ്മളെ വൃത്തിയോ ഭക്തിയൊക്കെ ഉള്ള നല്ല രീതിയിൽ നമ്മളെ കാര്യങ്ങളൊക്കെ നടത്താനും സമയത്തിന് ആഹാരം കഴിക്കാനും നമ്മൾ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ നിലനിർത്താനും ഒക്കെ ഇച്ചിരി ഒന്ന് ശ്രമിക്കണം. കാരണം അതിനൊക്കെ വളരെ താല്പര്യം കാണിക്കുന്ന ആളാണെങ്കിൽ ഈ സമയത്ത് അതിനൊന്നും സമയമില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്നും ഒരു ടെൻഷനായിട്ട് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിന് മാത്രം മതി സൗന്ദര്യം. ശരീര രൂപ ഭാവങ്ങളൊക്കെ എപ്പോഴും വേണോ നന്നാവാനും ഇല്ലാതാകാനും കുറച്ച് സമയം മതി. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിക്കേണ്ട. പിന്നെ രാഹു 10 ഭാഗ്യസ്ഥാനത്ത് വരും. അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് രാഹു വരുമ്പോൾ ഭാഗ്യത്തിന് തടസ്സം വരുമെന്നാണ് പൊതുവെ പറയുന്നെങ്കിലും ഭാഗ്യാദി അഭീഷ്ടഭാവേ ചപ്യ അശുഭോ ഭാവ പുഷ്ടികൾ ലഗ്നാൽ പുത്ര പദ്യ ഇതി വരാഹമിഹിരോധികം. വരാഹമിഹിരം പറയണത് ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപതിയായിരിക്കുന്ന ഗ്രഹമോ അല്ലെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് അശ്വനായ ഗ്രഹവും സഞ്ചരിക്കുന്ന സമയം ഭാഗ്യത്തിന് പുഷ്ടിയെ കൊടുക്കുമെന്നാണ്. ലഗ്നാൽ പുത്രേ ഇതി പദ്യേ തത് വരാഹമിഹിരോ ഇതി ഉചിതം. വരാഹമിഹിരം പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഭാഗ്യസ്ഥാനത്ത് രാഹു നിൽക്കുമ്പോൾ തടസ്സങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾ പോണ കാര്യങ്ങൾ വിജയിക്കുന്നത്. അതുകൊണ്ടൊരു പരീക്ഷയെ ടെസ്റ്റ് ഇൻ്റർവ്യൂ നാളെ ആവട്ടെ അത് പറ്റൂല എന്നെക്കൊണ്ട് ശരിയാവില്ലെന്ന് ചുമ്മെങ്കിലും പോയി അറ്റൻഡ് ചെയ്താൽ വേറെ നമുക്കൊന്ന് നിൽക്കുന്നുണ്ട് ആ ജോലി നമുക്ക് കിട്ടും, ആ പരീക്ഷ ജയിക്കും, കാര്യങ്ങൾ നല്ലതായിട്ട് വരും. അപ്പോൾ ചെറിയ അലസത അങ്ങോട്ട് മാറാൻ വേണ്ടി ഐശ്വര്യ പൂജ, നവഗ്രഹ പൂജ, മൃത്യുഞ്ജയ ഹോമം, ശത്രുസംഹാര പൂജ, ശാസ്താവിന് ശനീശ്വര പൂജയൊക്കെ ചെയ്യുമ്പോൾ ദോഷങ്ങൾ മാറും. കാലഭൈരവനും അഭിഷേകവും പൂജ, അമാവാസി പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ ദോഷങ്ങൾ മാറും. ഇങ്ങനെ വലിയ കുരുക്കുകളിൽ നിന്നും നമുക്ക് ചെറിയ കുരുക്കുകളെ മാറ്റി രക്ഷപ്പെടാൻ നമുക്ക് പറ്റും. പരിഹാരങ്ങളും പൂജകളും പ്രാർത്ഥനകളൊക്കെ ചെയ്യണം. ഒരുപാട് വിഷമതകൾ തീർച്ചയായിട്ടും നമുക്ക് മാറി നല്ലത് വരാനുള്ള അവസരം കിട്ടും. പക്ഷെ ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നമുക്ക് ഗ്രഹങ്ങളൊക്കെ അനുകൂലിച്ച് വരുന്ന സമയം വളരെ ഗുണമെന്ന് പറയണമെങ്കിലും ചില ആൾക്കാർ എനിക്ക് ഒരു ഭാഗ്യവും കിട്ടണില്ല, ഒരു ഗുണവും കിട്ടണില്ല, എന്താണ് ജ്യോത്സ്യരെ ഇങ്ങനെ കിടന്ന് നരകിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ജന്മനാലെ നമ്മുടെ ജാതകത്തിൽ ഗ്രഹപ്പഴയുള്ളത്, ദോഷമുള്ളത്, ദശാകാലങ്ങൾ ദോഷങ്ങളൊക്കെ ആയിരുന്ന നമുക്ക് ഗ്രഹമുള്ള അവസരങ്ങളിൽ ചെറിയ ഗുണങ്ങൾ കിട്ടുമെങ്കിൽ പോലും ഒരു വലിയ പ്രതീക്ഷയാണ് ഇത് കേൾക്കുമ്പം ജനങ്ങൾക്കുള്ളത്. പക്ഷെ ആ പ്രതീക്ഷയ്ക്കൊത്തതായ നേട്ടങ്ങൾ കിട്ടാതെ വരുമ്പോൾ അവർക്കൊരു വിഷമം തോന്നും. ഒരു ജോലി കിട്ടും, ഈ ജോലി കൊണ്ട് ഒരു ഗുണമില്ലെന്ന് അവരങ്ങ് വിചാരിച്ച് കളഞ്ഞാൽ ആ ജോലി പോകും.
വിവാഹം നടക്കും, വിവാഹം കൊണ്ടൊരു ഗുണമില്ലെന്ന് വിചാരിച്ചാൽ വിവാഹം പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടണ ഭാഗ്യങ്ങളും അവസരങ്ങളും നേട്ടങ്ങളും നിങ്ങൾ ചെറുതെന്ന് കരുതി ഉപേക്ഷിക്കാൻ പാടില്ല. ആ ചെറുതിനെ പറ്റി വലിയ സന്തോഷവും സ്നേഹവും വിജയവും കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും വിജയകരമായി തീരുന്നത്. അപ്പോൾ നമ്മളെ വിജയിക്കാൻ നമ്മൾ കുറച്ച് നമ്മളെ രക്ഷിക്കാൻ കുറച്ച് പ്രയത്നങ്ങൾ ചെയ്താൽ നല്ലതാണ്. പിന്നെ വേഴം 12 നിൽക്കുന്ന മെയ് മാസം വരെ നമുക്ക് വിഷ്ണു പൂജ, ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജോമം, ഐശ്വര്യ പൂജ, ശത്രുസംഹാര പൂജയൊക്കെ ചെയ്തോളണം. അല്ല, പൂജ ചെയ്യാൻ പോലും പൈസ ഇല്ലയെന്ന് ചിലപ്പോൾ വിചാരിച്ചത്, നിങ്ങൾ വീട്ടിൽ ഇരുന്ന് നാരായണ മന്ത്രങ്ങളും വിഷ്ണു മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ കുറേ വിനകൾ മാറും. ദശാവതാര മൂർത്തികളെ വീട്ടിൻ്റെ പരിസരത്ത് കൃഷ്ണൻ കാണും, വിഷ്ണു കാണും, നരസിംഹം കാണും, വരാഹമൂർത്തി കാണും, മത്സ്യാവതാരമൂർത്തി കാണും. അങ്ങനെയൊക്കെയുള്ള ചില ദേവതകളെയൊക്കെ നമ്മളെ വീട്ടിൻ്റെ പരിസരത്ത് തന്നെ ചിലപ്പോൾ കാണും. പക്ഷെ അവരാരും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടായിരിക്കും ബുദ്ധിമുട്ടുകൾ കൂടുതലുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോയി സമയം കിട്ടുമ്പോഴൊക്കെ തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. നമ്മൾ ടവറിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മളെ ഫോണിൻ്റെ നെറ്റ്വർക്ക് കണക്റ്റായി ഫേസ്ബുക്കും വാട്സപ്പും മെയിലും കാളും മെസ്സേജും ഒക്കെ വരുന്നത് പോലെയാണ് നമ്മളൊരു അമ്പലത്തിൽ ഭഗവാന്റെ അടുത്ത്, ഗുരുവിൻ്റെ അടുത്ത്, ആശ്രമങ്ങളിൽ, അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന നല്ലതായ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകും. അപ്പം വിഷമിക്കാനോ ചിന്തിക്കാനോ ടെൻഷൻ അടിക്കാനോ കടമുണ്ട് ശത്രുവുണ്ടെന്നുള്ള വിചാരങ്ങളൊക്കെ അവിടെ അങ്ങ് അസ്തമിക്കും, മാറിക്കിട്ടും. അപ്പം നമുക്ക് സ്വസ്ഥത കിട്ടും, മനസ്സുഖം കിട്ടും. ലോകത്ത് വെച്ച് ഏറ്റവും വലിയ സുഖമാണ് മനസ്സുഖം. ആ മനസ്സ് മാറ്റി വയ്ക്കാൻ സർജറിയൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ധ്യാനങ്ങളും പ്രാർത്ഥനകളും സ്നേഹ സന്തോഷത്തോടു കൂടിയുള്ള ജീവിത ശൈലികളും ഒക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. പിന്നെ ഈ ദോഷങ്ങളുള്ളത് മാറിക്കിട്ടാൻ നിങ്ങൾ വിചാരിച്ചാൽ തന്നെ പറ്റും. ജോത്സ്യന് പൂജ ചെയ്യാനും മന്ത്രാവധി ചെയ്യാനും അല്ല, കുറേയൊക്കെ നിങ്ങൾ ജപിച്ച് നോക്ക്. പറ്റിയില്ലെങ്കിൽ നമുക്ക് പൂജകളൊക്കെ ചെയ്യുമ്പോൾ നല്ലതായിരിക്കും. എന്തായാലും കുടുംബദേവനെ പഠിച്ചോളൂ. ധർമ്മദേവത പ്രസാദിക്കൂ, കുളിർക്കൂ തറവാടുകൾ. നമ്മളെ തറവാടുകൾ അഭിവൃദ്ധിപ്പെട്ട് വരണമെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബദേവന്മാരെ ഭജിക്കുക. നമ്മളെപ്പോഴും ഭക്തിയോടുകൂടി ജീവിക്കുക. ഈ ശനിയുടെയും വേഴത്തിൻ്റെയും രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഒരു പിഴകളും ഗ്രഹപ്പിഴകളും നമുക്ക് ബാധിക്കാതെ എന്നും നല്ലതായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ ദോഷം വരുമ്പം മാത്രം അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് ഗുണം കിട്ടുക. അതിൻ്റെ പൈസ ഇല്ലാതിരിക്കുമ്പോൾ കടം വാങ്ങിക്കാൻ ചൊല്ലും, ബാങ്ക് തരും. പിന്നെ ജപ്തി നടപടി അവസാനിക്കുന്നത് പോലെയാണ്. ദോഷം തീർക്കാൻ വേണ്ടി നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതിഞ്ഞ് വരുമ്പോൾ ഗുണം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആകെ ടെൻഷൻ അടിച്ചു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനകളും നമ്മളെ ജോലി നഷ്ടപ്പെടാതെ കാര്യങ്ങൾ നല്ല രീതിയിൽ ആക്കി തീർക്കാനുമുള്ള ചെറിയ പരിശ്രമം വലിയ ഭാഗ്യത്തിന് കാരണമായി തീരും. നല്ലത് വരും. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ പൂജകളോ വഴിപാടുകളോ നടത്താൻ ആഗ്രഹമുള്ള ഭക്തജനങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കാം. നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.